സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് ഫുൾ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സോന ഫിലിപ്പ്. ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ അഥവാ GEC എന്നാണ് അത് അറിയപ്പെടുന്നത്. ഞാൻ 2024 ബാച്ചായിരുന്നു. 24-ലാണ് ഞാൻ പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞ കൊല്ലം ജൂണിൽ 1 വർഷമാവുന്നു ഞാൻ പാസ് ഔട്ടായിട്ട്. പാസ് ഔട്ട് ആയത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈസി ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ആക്ച്വലി എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ വലിയ അങ്ങനെ ഒന്നിനോടും അങ്ങനെ ഭയങ്കര താല്പര്യമൊന്നുമില്ല. എല്ലാം പഠിച്ചു, ലൈക്ക് ഓരോ സ്റ്റെപ്പിൽ പഠിച്ച് പോയി. അതായത് കീം എഴുതി റാങ്ക് കിട്ടി, പിന്നെന്താ +2 എഴുതി നല്ല മാർക്ക് കിട്ടി, അങ്ങനെ പോയി. പക്ഷെ ചൂസ് ചെയ്യേണ്ട കാര്യം വന്നപ്പം എനിക്ക് കൺഫ്യൂഷനായി. പലരും എന്നോട് CS ചൂസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ CS അങ്ങനെ ഭയങ്കര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ റാങ്ക് അനുസരിച്ച് എനിക്കൊരു നല്ല കോളേജ് കിട്ടണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഈസി വെച്ചാൽ കുറച്ചുകൂടി നല്ലൊരു കോളേജ് കിട്ടാം. എനിക്ക് CS എനിക്ക് തോന്നുന്നു എനിക്ക് RIT TKM വരെ നിൽക്കുമായിരിക്കും. GEC കിട്ടത്തില്ലായിരുന്നു. GEC എനിക്ക് കിട്ടത്തില്ലായിരുന്നു, TKM കിട്ടുമായിരുന്നു തോന്നുന്നു. അപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഈസി വെച്ചു. ഈസി GEC തൃശ്ശൂരിൽ കിട്ടി. ട്രിപ്ലി CETയിലും കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അതിലേക്ക് പോയില്ല, GECയിൽ തന്നെ എടുത്തു. സോ അതായിരുന്നു ഞാൻ എങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രോപ്പർ കാരണമില്ല, പിന്നെ അങ്ങ് പഠിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ പോയി. പിന്നെ എനിക്ക് +2 മാത്സൊക്കെ അത്യാവശ്യം ഈസി ആയിരുന്നു. അപ്പം അങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങളായത് സോ കോളേജ് ദോസ്ത് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ബോർഡുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് മൈ കീം കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ലിങ്കിൽ കിട്ടും. ആ ലിങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കീമിൻ്റെ റാങ്കും പിന്നെ നിങ്ങളുടെ കാറ്റഗറി എന്തെങ്കിലും ഉണ്ടോ അത്, അല്ലെങ്കിൽ പിന്നെ അതായത് എല്ലാ ബ്രാഞ്ചസിൻ്റെയും കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അതിൽ പോയാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൻ്റെ കട്ട് ഓഫ് 2024 ഉണ്ടായിരുന്ന കട്ട് ഓഫ്, പിന്നെ തൃശ്ശൂർ അതായത് GEC തൃശ്ശൂർ, മാറാത്തൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം, അങ്ങനെ ബാട്ടൺ ഹിൽ, അങ്ങനെ എല്ലാ കോളേജിൻ്റെയും കട്ട് ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ മാർക്കൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതിലൊരു പ്രോപ്പർ നോളജ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം. ഞാൻ ആക്ച്വലി എക്സാമിൻ്റെ ആ ഒരാഴ്ച മുന്നെയൊക്കെയാണ് എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം K2 എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അവരുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. എൻ്റെ ടൈമിൽ ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. സ്റ്റഡി ലീവിന് പ്രോപ്പറായിട്ട് പഠിക്കും. അല്ലാത്ത ടൈമിൽ അങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എനിക്കില്ലായിരുന്നു ആക്ച്വലി ഇലക്ട്രോണിക്സിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ ഭയങ്കര കുത്തിയിരുന്ന് പഠിച്ചിട്ടില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട് ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് ഭയങ്കര ഒരു ടൈം ടേബിളൊക്കെ വെച്ച് പഠിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അത് ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. സോ നിങ്ങൾക്ക് +2 ഇപ്പം നിങ്ങളിപ്പം +2 കഴിഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട് എന്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം മാത്സ് അത്യാവശ്യം ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അതൊക്കെ സിമ്പിളായിട്ട് ഇപ്പം കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് തന്നാലും നിങ്ങൾക്കത് സോൾവ് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓക്കെ വിത്തിൻ നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ മാത്സ് അത്യാവശ്യം എളുപ്പമുള്ള ഒരു സ്റ്റുഡൻറ്റും പ്ലസ് ഫിസിക്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ കുറേ സർക്യൂട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതായത് കിർച്ചോഫിൻ്റെ 2 ലോസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഓക്കെ ഇനിയിപ്പോൾ അടുത്ത I1 എന്താ, I2 എന്താ, I3 എന്താന്നൊക്കെ, അല്ലെങ്കിൽ V1 എന്താ, V2 എന്താ, അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. പ്ലസ് സെമി കണ്ടക്ടർ ആ ചാപ്റ്ററും അത്യാവശ്യം കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്. ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുന്നു, PN ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമാണെങ്കിൽ ദിസ് ഇസ് യുവർ സ്ട്രീം. ഇലക്ട്രോണിക്സ് ആണ് നിങ്ങളുടെ സ്ട്രീം എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. പക്ഷെ അത് മാത്രമല്ല, ഇലക്ട്രോണിക്സിൻ്റെ വേറൊരു പ്രശ്നമല്ല, അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയറിലാണ് പല ടോപ്പിക്സും തുടങ്ങുന്നത്. ഫസ്റ്റ് ഇയറിൽ എല്ലാ അല്ലെങ്കിൽ ഏത് സ്ട്രീം എടുത്താലും ഒരേ സബ്ജക്ട്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും S1 S2 മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം S2 തൊട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് സബ്ജക്ട്സ് പഠിക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രോണിക് സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ ഇത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓക്കെ പഠിച്ച് പോകുമ്പോൾ എന്തായാലും നമുക്കത് ഇഷ്ടപ്പെടാനില്ല. നമ്മൾ അങ്ങനെ ചിലപ്പം ചിലവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പം വേറെ ഫീൽഡായിരിക്കും. കോളേജ് നമുക്ക് കുറേ എക്സ്പോഷർ തരുന്നുണ്ട്. ചിലവർ മ്യൂസീഷ്യൻസ് ആയിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിലുള്ളവർ, സിനിമ ഫീൽഡിൽ പോയവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ
പല ഫീൽഡിലും പോയവരുണ്ട്. അപ്പം പല പല കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കോളേജ്. അപ്പം ഇലക്ട്രോണിക്സ് എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി അത്രയും ഒരു പഠിക്കാനുള്ളൊരു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സബ്ജക്ട്സിനോട് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് സെൻസേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്കെ എൻ്റെ മൊബൈൽ ഫോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻ്റർനെറ്റ് കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ റെഡി ആവുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എപ്പോഴും ഇങ്ങനെ ലൈക്ക് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു റോബോട്ടിനെ തനിച്ചൊന്നും ഉണ്ടാക്കണം, ലൈക്ക് ഐ വോണ്ട് ടു മേക്ക് മൈ ഓൺ റോബോട്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ചവരുണ്ടെങ്കിൽ ഐ ബിലീവ് ലൈക്ക് ഇതാണ് നിങ്ങളുടെ സ്ട്രീം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ഫീൽഡാണ്. റോബോട്ടിക്സിലേക്ക് പോയാലും അല്ലെങ്കിൽ വേറെ ഏതൊരു പുതിയ ഒരു തലമുറ അല്ലെങ്കിൽ പുതിയൊരു ഫ്യൂച്ചർ കാണുമ്പോൾ എനിക്കറിയാം ഉറപ്പായിട്ടും ഇലക്ട്രോണിക്സിൽ തന്നെയാണ് അതിന് പ്രാധാന്യം വരുന്നത്. എന്തായാലും ഐ ടി സെക്ടേഴ്സും ഉണ്ടാവും, ബട്ട് എനിവേസ് ഒരു ഇലക്ട്രോണിക്സിൽ ഉണ്ടാവുന്ന ഒരു ഡിമാൻഡ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് എനിവേസ് ഇലക്ട്രോണിക്സിൻ്റെ ഒരിക്കലും അത് ഡിമാൻഡ് ഒരിക്കലും കുറയത്തില്ല. കാരണം ക്വാളിറ്റി എഞ്ചിനീയേഴ്സ് അതിൽ ക്വാളിറ്റി, അതായത് അത്രത്തോളം നോളേജ് ഉള്ള പിള്ളേരുള്ളത് ഭയങ്കര കുറവാണ് ഇപ്പോൾ ഒരു കോളേജിൽ നോക്കുവാണെങ്കിൽ. അപ്പം സെക്കൻഡ് ഇയറിൽ നമ്മൾ ആക്ച്വലി അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ആക്ച്വലി അത് മനസ്സിലാവത്തില്ല, ബട്ട് എനിവേസ് ഞാൻ സബ്ജക്ട്സ് ചുമ്മാ പറഞ്ഞു പോവാം. സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, VLSI വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, പിന്നെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളർ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മെയിൻലി ഇതെല്ലാം പഠിച്ച് മെയിനായിട്ടുള്ള 2 ഫീൽഡ് എന്ന് വെച്ചാൽ VLSI ഉണ്ട്, എംബഡഡ് സിസ്റ്റം. അങ്ങനത്തെ 2 ഫീൽഡ് ആക്ച്വലി ഇപ്പോഴും നല്ല ബൂമായിട്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. എന്തായാലും ഫ്യൂച്ചറിൽ നല്ല ബൂമായിരിക്കും അത്. അപ്പം മെയിൻലി ഞാൻ പറയുന്നത് ഇപ്പം കോളേജ് പ്ലേസ്മെൻറ്റ്സ് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ യെസ്, ഒരു 60-70% നമുക്ക് ഉറപ്പിക്കാം, നമ്മൾ അത്രയും ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ. പിന്നെ ബാക്കിയെല്ലാം ലക്കും കാര്യങ്ങളും എല്ലാം വരും, കാരണം ഇൻ്റർവ്യൂ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഗേറ്റ്, അതായത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. അത് ആക്ച്വലി നമ്മുടെ ഈ JEE പോലത്തെ ഒരു എക്സാമാണ്. അതായത് JEE ഇതിനാണ് കോളേജിൽ കയറാൻ വേണ്ടി. ഇതിപ്പം MTech നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ട്രീം MTech കയറാൻ വേണ്ടിയാണ് ഗേറ്റ് എഴുതുന്നത്. അപ്പം ഗേറ്റ് എഴുതിയാലുള്ള ഗുണം എന്ന് വെച്ചാൽ നല്ലൊരു അണ്ടർ 1000 അണ്ടർ 500 റാങ്ക് ഒക്കെ നമ്മൾ അത്യാവശ്യം സെക്കൻഡ് ഇയർ ഹാഫ് തൊട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരുണ്ട്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങിയിട്ട് 3rd ഇയറിലും എഴുതാം 4th ഇയറിലും എഴുതാം. 2 വർഷം എഴുതുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റാങ്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ അണ്ടർ 500 അല്ലെങ്കിൽ അണ്ടർ 1000 റാങ്ക് ഒക്കെ കിട്ടിയാൽ നമുക്ക് PSUs അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിട്ടുള്ള ജോലികൾ കിട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതായത് EC ഫീൽഡിനാണ്. പക്ഷേ CS ഫീൽഡിന് ഗവൺമെൻറ് ജോലിയും ഗവൺമെൻറ് സെക്ടേഴ്സും ഒക്കെ കുറച്ച് കുറവാണ്, ലിമിറ്റഡ് ആണ്. അത് ആക്ച്വലി ഭയങ്കരമായിട്ട് ലിമിറ്റഡ്, കുറേ എക്സാംസും കാര്യങ്ങളും. പക്ഷേ ഈ ഇലക്ട്രോണിക്സിന് ആക്ച്വലി ഒരു വൈഡർ ഫീൽഡുണ്ട്, കുറേ എക്സാംസ് ഉണ്ട് ആക്ച്വലി. അതായത് ഗവൺമെൻറ് സെക്ടേഴ്സിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും പഠിച്ചവർക്കും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ കോളേജ് പ്ലേസ്മെൻറ്റ്സ് മെയിൻലി പറയുവാണെങ്കിൽ എൻ്റെ കോളേജിൽ വന്നത് തേജസ് നെറ്റ്വർക്ക്സ് ആണ്. അറൗണ്ട് 10 LPA വന്നായിരുന്നു. പിന്നെ ഇഗ്നിറ്റേറിയം, അത് എനിക്കൊരു 5 to 6 LPA വന്നു. ലാക് പെർ ആനം കേട്ടോ ഒരു വർഷത്തെ. പിന്നെ റെനോൾട്ട്, നിസാൻ ടെക്നോളജി, പിന്നെ കാവലി, വയർലെസ് ടെക്, അങ്ങനെ കുറച്ച് കമ്പനീസ് വന്നു. അപ്പോൾ അറൗണ്ട് എൻ്റെ ക്ലാസ്സിൽ 74 പിള്ളേരുണ്ടായിരുന്നു. അതിലൊരു 20-25 പിള്ളേർക്ക് ഇലക്ട്രോണിക്സിൽ തന്നെ ജോലി കിട്ടിയിട്ടുണ്ട് എൻ്റെ കോളേജിൽ. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള എൻ്റെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, പിന്നെ BCA പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി, അപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്കറിയാം കുറേ പേര് ഡൗട്ട് അടിച്ചിരിക്കുമായിരിക്കും അയ്യോ എന്ത് എടുക്കണം എന്നുള്ളത്. സോ അത് മെയിൻലി നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സോ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എവ്രി വൺ. ലൈക്ക് കോളേജും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ടൈമായി. സോ പ്രോപ്പറായിട്ട് നിങ്ങൾ കോളേജസ് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ലിസ്റ്റ് ഔട്ട് ചെയ്യാവുള്ളൂ. അല്ലാതെ വെറുതെ ഓക്കെ കുറേ കോളേജ് ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ കാണുന്ന കുറേ ഇൻഫർമേഷൻ വെച്ചിട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്നവരും ഒക്കെ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കോളേജ് സൈറ്റ് നോക്കണം, അതിൽ പ്ലേസ്മെൻറ്റ് സെക്ഷൻ നോക്കണം, അല്ലെങ്കിൽ അവിടെ എത്ര പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം. ഇപ്പോൾ പ്രൈവറ്റ് കോളേജ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ എടുക്കാവുള്ളൂ, വെറുതെ അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടരുത്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.